നമസ്കാരം. ഇമ്പോർട്ടൻ്റ് ആക്ട് ആൻഡ് റൂൾസ് അഥവാ സുപ്രധാന നിയമങ്ങൾ എന്നുള്ള സിലബസ് ഭാഗത്ത് ഒരു PYQ സീരീസാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമം 2005 വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാവും. നന്നായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ഭാഗം നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടിച്ചിട്ട് വേഗത്തിൽ പഠിച്ചു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക. വളരെ കുറച്ച് കോപ്പികളെ ഇനി മിച്ചമുള്ളൂ. ശരി, അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ദ കമ്മീഷൻസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് 2005 എന്ന് പറഞ്ഞാൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമം 2005. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ദേശീയ തലത്തിൽ ബാലാവകാശ കമ്മീഷനുണ്ട് അല്ലേ? അതുപോലെ സംസ്ഥാന തലത്തിലും ബാലാവകാശ കമ്മീഷനുണ്ട് അല്ലെ? അങ്ങനെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബാലാവകാശ കമ്മീഷനുകൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള നിയമമാണ് ഏത് നിയമം? ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമം 2005. അപ്പോൾ ആ നിയമത്തിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് മറ്റു ചില കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം, യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ? ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്ര സംഘടന എന്നാണ് നടത്തിയത്. നിങ്ങൾക്കറിയാം, 1948 1948 എന്ന് പറഞ്ഞാൽ ഏത് ദിവസം? ഡിസംബർ 10 അല്ലെ? ആ ഡിസംബർ 10 പ്രാധാന്യം എന്താണ് ഇന്ന് ലോകത്ത്? ഇന്ന് ആഗോള മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏത്? ഡിസംബർ 10 അല്ലെ? അന്ന് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആഗോള പ്രഖ്യാപനം ഐക്യരാഷ്ട്ര സംഘടന നടത്തിയതുപോലെ പിന്നീട് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടന ഇതുപോലൊരു ആഗോള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അല്ലെ? കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഗോള പ്രഖ്യാപനം നടന്നത് ഏത് കൊല്ലമാണ് എന്ന് ചോദിച്ചാൽ 1959 യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ചൈൽഡ്, യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് ചൈൽഡ് എന്നാണ് ഈ പറഞ്ഞ ആ പ്രഖ്യാപനം അറിയപ്പെടുന്നത്. കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആഗോള പ്രഖ്യാപനം ഏത് കൊല്ലമാണ്? 1959. ദിവസം കൂടി അറിഞ്ഞു വയ്ക്കണം, നവംബർ 20. ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണ്? ആഗോള ശിശുദിനമായിട്ട് ആചരിക്കുന്ന ദിവസം അല്ലെ? ആഗോള ശിശുദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് നവംബർ 20. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആഗോള ശിശുദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? നവംബർ 20. അതേസമയം ദേശീയ ശിശുദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് നവംബർ 14. അപ്പോൾ പറഞ്ഞു വന്നത്, ഐക്യരാഷ്ട്ര സംഘടന കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തിയത്, ആഗോളതലത്തിലുള്ള അവകാശ പ്രഖ്യാപനം നടത്തിയത് 1959 നവംബർ 20. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി അറിഞ്ഞു വയ്ക്കണം, കുട്ടികളുടെ സാർവലൗകിക അവകാശ ഉടമ്പടി. കുട്ടികളുടെ സാർവലൗകിക അവകാശ ഉടമ്പടി എന്നറിയപ്പെടുന്ന ഒരു കരാറുണ്ട്. ഏതാണ് ആ കരാർ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. കുട്ടികളുടെ സാർവലൗകിക അവകാശ ഉടമ്പടി ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി അംഗീകരിച്ച ഒരു കരാറാണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ചൈൽഡ്. എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ചൈൽഡ് എന്നാണ് ആ കരാറിന്റെ പേര്. ആ കരാർ എങ്ങനെ അറിയപ്പെടുന്നു? കുട്ടികളുടെ സാർവലൗകിക അവകാശ ഉടമ്പടി അല്ലെ? ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ഈ കരാർ അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ 1989 1989 അല്ലെ? ഇതൊരു അന്താരാഷ്ട്ര കരാറാണ്. ആ കരാറിനകത്ത് ഇന്ത്യ ഒപ്പിട്ടത്, നമ്മുടെ രാജ്യം ഒപ്പിട്ടത് 1992 ഡിസംബർ 11. ഞാൻ ഈ കാര്യം എന്തിനാണ് നിങ്ങളടുത്ത് പറഞ്ഞത്?
ഇന്ന് നമ്മുടെ രാജ്യത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ രൂപം കൊള്ളുന്നതിന് കാരണമായത് ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളും ഈ പറഞ്ഞ കരാറും ഒക്കെയാണ്. കുട്ടികളുടെ ആഗോള അവകാശ പ്രഖ്യാപനം 1959, പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട സാർവലൗകിക ഉടമ്പടി അല്ലെ, അതെന്നാണ് 1989. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലും എന്താണ് കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാവുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യൻ പാർലമെന്റ് കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പാസാക്കിയ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ആ ഭാഗത്ത് നിന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഒന്ന് നിങ്ങൾക്കറിയാം, ബാലവേല നിരോധന നിയമം അല്ലെ, നിങ്ങൾ അത് കേട്ടിട്ടുണ്ട്, ബാലവേല നിരോധന നിയമം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം, കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന നിയമമാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം. പിന്നെ അത് കഴിഞ്ഞിട്ട് പോക്സോ നിയമം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലനീതി നിയമം അഥവാ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അല്ലെ. ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി അല്ലെ. അതിന് കാരണമായിട്ടുള്ളത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ വകുപ്പ് 15(3), മറ്റ് ചില ക്ലാസ്സുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വകുപ്പ് 15(3) പറയുന്ന കാര്യം എന്താണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടി ഇന്ത്യൻ പാർലമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുണ്ട് അല്ലെ. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്ന വകുപ്പാണ് ഏത്? വകുപ്പ് 15(3) അല്ലെ. അപ്പൊ ആ 15(3) അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റ് പിന്നീട് പാസാക്കിയ നിയമങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പൊ അതിൽ ഓരോന്നിലോട്ട് നമുക്ക് വരണം. ആദ്യത്തേത് എന്താണ്? ചൈൽഡ് ലേബർ ആക്ട്. ചൈൽഡ് ലേബർ ആക്ട് എന്നല്ല, ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്. ഇതിനെയാണ് നമ്മൾ ബാലവേല നിരോധന നിയമം എന്ന് പറയുന്നത്. ബാലവേല നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് ഏത് കൊല്ലമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, 1986 അല്ലെ. ബാലവേല നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നത് 1986. ആ സമയത്ത് പ്രധാനമന്ത്രി ആരെന്ന് നിങ്ങൾക്ക് അറിയാം. 84 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് രാജീവ് ഗാന്ധിയാണ്. അപ്പൊ 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ബാലവേല നിരോധന നിയമം അല്ലെ. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ബാലവേല നിരോധന നിയമം രൂപീകരിക്കുന്നതിന്, അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് കാരണമായ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് നമ്മുടെ രാജ്യത്ത് ബാലവേല നിരോധന നിയമം ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അത് ഏത് കമ്മിറ്റി എന്ന് ചോദിക്കും. ഗുരുപാദ സ്വാമി കമ്മിറ്റി അല്ലെ. ഗുരുപാദ സ്വാമി കമ്മിറ്റി ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് നിയമവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബാലവേല നിരോധന നിയമം, ഗുരുപാദ സ്വാമി കമ്മിറ്റി. അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭരണഘടനയിലും ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഭരണഘടനയിൽ ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 24 അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 24. ഇനി അവിടെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏത്? ജൂൺ 12. ജൂൺ 12. ഇനി അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. 986 ബാലവേല നിരോധന നിയമത്തിൽ വളരെ കാര്യമായിട്ടുള്ള ഒരു ഭേദഗതി പിന്നീട് 2016 ഉണ്ടായിട്ടുണ്ട്. 986 ബാലവേല നിരോധന നിയമത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഭേദഗതി 2016 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2016 ഉണ്ടായിട്ടുള്ള ആ ഭേദഗതി പ്രകാരം ഈ നിയമത്തിന്റെ പേരിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ ആക്ട് എന്നാക്കി. എന്താണ്? ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രോഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്ന് അത് മാറ്റിയിട്ടുണ്ട്. അതായത് കുട്ടികളുടെയും കൗമാരക്കാരുടെയും അങ്ങനെയുള്ള ആൾക്കാരുടെ ബാലവേല നിരോധന നിയമം എന്നുള്ള പേരിലോട്ട് വന്നു.
കുട്ടികളുടെയും കൗമാരക്കാരുടെയും ബാലവേലയുമായി ബന്ധപ്പെട്ട നിയന്ത്രണ നിയമം എന്ന ആ നിയമത്തിന് പേര് മാറ്റി. അപ്പോൾ അത് 2016 ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ ആ നിയമത്തിന്റെ പേര് ഇപ്പൊ ഇങ്ങനെയാണ്: ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രോഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്. അപ്പൊ അവിടെ കൗമാരക്കാർ എന്നുള്ള വാക്കുകൂടി ഈ നിയമത്തിലോട്ട് കൂട്ടിച്ചേർത്തു. ഇപ്പൊ ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്? 14 വയസ്സിന് താഴെയുള്ള ആളെയാണ് ബാലവേല നിരോധന നിയമപ്രകാരം എന്തായിട്ട് കണക്കാക്കുന്നത്? കുട്ടി എന്ന് കണക്കാക്കുന്നത് 14 വയസ്സിന് താഴെയുള്ള ആൾ, അല്ലെ? അപ്പൊ അതാണ് കുട്ടി. ഇവിടെ വേറൊരു കാര്യം കൂടി, അതിന് പുറമെ അഡോളസെന്റ് എന്നുള്ള വാക്കുകൂടി കൂട്ടിച്ചേർത്തപ്പോ 14 മുതൽ 18 വരെ പ്രായത്തിലുള്ള കുട്ടികളുടെ കാര്യം കൂടി ഇവിടെ പറയുന്നു. പക്ഷേ ഇവിടെ കുട്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. മനസ്സിലായോ? അപ്പൊ കൗമാരക്കാരുടെ കാര്യം കൂടി ഇതിനകത്തോട്ട് പിന്നീട് അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, 2016 ബാലവേല നിരോധന നിയമത്തിൽ കാര്യമായിട്ടുള്ള ഭേദഗതി ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമത്തിന്റെ പേര് ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രോഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്ന് മാറ്റി. ഇനി അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് അവരുടെ മാതാപിതാക്കൾ ജോലി ചെയ്യിക്കുന്നത് കുറ്റകരമാണോ എന്ന് ചോദിച്ചാൽ അത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. 14 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് മാതാപിതാക്കൾ എന്ത് ചെയ്യരുത്? ജോലി ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. അപ്പൊ ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തൊഴിലാണ്, അങ്ങനെയുള്ള തൊഴിൽ ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. പക്ഷേ ഒരു കുട്ടി അവൻ്റെ ഈ പറഞ്ഞ സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവൻ്റെ വെക്കേഷൻ സമയത്ത് മാതാപിതാക്കളെ എന്തെങ്കിലും കാര്യത്തിൽ അവരുടെ ബിസിനസ്സിലോ മറ്റു തൊഴിലിലോ സഹായിക്കുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസ സമയം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വെക്കേഷൻ സമയത്ത് ഒരു കുട്ടി ഏതെങ്കിലും തൊഴിലിൽ അവൻ്റെ മാതാപിതാക്കളെ സഹായിക്കുന്നത് കുറ്റകരമല്ല. പക്ഷേ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ പണിയെടുപ്പിച്ചാൽ അത് കുറ്റകരമാണ്. പക്ഷെ ഒരു കാര്യം അവിടെയുള്ളത്, ആദ്യത്തെ കേസാണെങ്കിൽ മാതാപിതാക്കൾക്ക് ശിക്ഷ ലഭിക്കുകയില്ല. ആദ്യത്തെ കേസ്, അങ്ങനെയുള്ള കേസ് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ മാതാപിതാക്കൾക്ക് ശിക്ഷ ലഭിക്കില്ല. പക്ഷേ ആവർത്തിച്ചുള്ള ഈ പറഞ്ഞ കേസാണെങ്കിൽ, ആവർത്തിച്ചുള്ള കുറ്റമാണ് എങ്കിൽ മാതാപിതാക്കൾക്ക് 10,000 രൂപ വരെ പിഴ ഈടാക്കാൻ ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. 10,000 രൂപ വരെ പിഴ ഈടാക്കാം. എന്തായാലും തടവ് ശിക്ഷ ലഭിക്കത്തില്ല. അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലായിക്കോണം, ഈ പറഞ്ഞ ബാലവേല നിരോധന നിയമം പുതിയ ഭേദഗതി പ്രകാരമുള്ള നിയമത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അഡോളസെന്റ്. ഏതാണ് വാക്ക്? ഏതാണ്? അഡോളസെന്റ്. കൗമാരക്കാർ എന്നുള്ള പ്രയോഗം കൂടി അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട നിയമത്തിലോട്ട് വരാം, RTE ആക്ട്, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അല്ലെ? വിദ്യാഭ്യാസ അവകാശ നിയമം. നിങ്ങൾക്ക് പരിചയമുള്ള നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമം. ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്നത് 2009 എന്ന് നിങ്ങൾക്ക് അറിയാം. 2009 ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്നത്. ഈ നിയമം പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരെന്ന് നിങ്ങൾക്കറിയാം, മൻമോഹൻ സിംഗ് ആണ്, അല്ലെ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. അതിനു മുമ്പ് AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് 2002 ഭരണഘടനയുടെ 86 ഭേദഗതി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഭരണഘടനയുടെ 86 ഭേദഗതി വഴി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി, അല്ലെ? ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു ഭരണഘടനാ വകുപ്പിലാണ്. അത് നിങ്ങൾക്കറിയാം, 21A, അല്ലെ? അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന 2009 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അതിനു മുമ്പ് 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് ഭരണഘടനാ ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. അത് 86 ഭേദഗതി 2002. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു ആർട്ടിക്കിൾ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ആ ആർട്ടിക്കിളാണ് ഏത്? 21A. എന്തായാലും വിദ്യാഭ്യാസ അവകാശ നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 2010 ഏപ്രിൽ 1, അല്ലെ? വിദ്യാഭ്യാസ അവകാശ നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1. അപ്പോൾ 2 നിയമങ്ങൾ, ഒന്ന് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു നിയമത്തിലോട്ട് വരണം. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമം പ്രധാനമായിട്ടും അതാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമം 2005, അല്ലെ?
ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമം 2005. അപ്പോൾ 2005 എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം പാർലമെന്റ് ഇത് സംബന്ധിച്ച ബില്ല് പാസ്സാക്കിയത്, ഈ നിയമം സംബന്ധിച്ച ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് 2005. പാർലമെന്റ് ഇത് സംബന്ധിച്ച ബില്ല് പാസ്സാക്കുന്നത് 2005. പക്ഷെ അതിനകത്ത് പ്രസിഡന്റ് ഒപ്പിടുന്നത്, അതായത് ഈ നിയമം എനാക്ട് ചെയ്യപ്പെടുന്നത് 2006 ജനുവരി 20. 2006 ജനുവരി 20. അപ്പോൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമത്തിനകത്ത് പ്രസിഡന്റ് ഒപ്പിട്ടത് അല്ലെങ്കിൽ ഈ നിയമം എനാക്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2006 ജനുവരി 20. ഇനി ഈ നിയമം രാജ്യത്ത് നിലവിൽ വന്നത് എന്ന് മുതലാണ് എന്ന് ചോദിച്ചാൽ അത് 2007 ഫെബ്രുവരി 5. ഈ നിയമം രാജ്യത്ത് നിലവിൽ വന്നത് 2007 ഫെബ്രുവരി 5 അല്ലെ. അപ്പോൾ ഇത് സംബന്ധിച്ച ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നത് 2005. അടുത്ത കൊല്ലം, അതായത് 2006 ഇതിനകത്ത് ഒപ്പിടുന്നത്? രാഷ്ട്രപതി ഒപ്പിടുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമം രാജ്യത്ത് നിലവിൽ വരുന്നത് 2007. അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്, ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് 2007 മാർച്ച് 5. 2007 മാർച്ച് 5. അപ്പോൾ പാർലമെന്റ് പാസ്സാക്കുന്നു, ബില്ല് പാസ്സാക്കുന്നു 2005, രാഷ്ട്രപതി ഒപ്പിടുന്നു 2006, രാജ്യത്ത് നിലവിൽ വരുന്നു 2007, ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നു 2007 മാർച്ച് 5 അല്ലെ. അവിടെ കുറച്ച് കാണാതെ പഠിക്കാനുണ്ട്, അത് നിങ്ങൾ പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമം ഇതൊരു വലിയ നിയമമൊന്നുമല്ല, ചെറിയ നിയമമാണ്. ഈ നിയമത്തിൽ 7 അധ്യായങ്ങളാണുള്ളത്. ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമം 2005 അല്ലെ. ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 7 അധ്യായങ്ങളുണ്ട്, 37 സെക്ഷനുകളുണ്ട്. 7 അധ്യായം, 37 സെക്ഷനുകൾ അല്ലെ. ഇത് പറയുന്ന സമയത്ത് മുമ്പ് പഠിച്ച ഈ നിയമങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിനകത്തുള്ള അധ്യായങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് ഓർത്ത് പോണം. ഒരെണ്ണം പഠിക്കുമ്പോൾ മുമ്പ് പഠിച്ച നിയമങ്ങളുടെ അധ്യായങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് ഓർത്തു പോയാൽ എളുപ്പമായിരിക്കും, റിവിഷൻ കൂടി അതിനകത്ത് നടക്കും. അപ്പോൾ ഈ നിയമത്തിൽ 7 അധ്യായവും 37 സെക്ഷനുകളുമാണ് ഉള്ളത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ അല്ലെ 2007 മാർച്ച് 5 രാജ്യത്ത് നിലവിൽ വന്നു. 2007 മാർച്ച് 5 രാജ്യത്ത് നിലവിൽ വന്നു. ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ആ പ്രസ്താവന ശരിയല്ലേ? അല്ലെ, നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ അത്തരം കാര്യങ്ങൾ സംസാരിച്ചതാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് കോസി ജുഡീഷ്യൽ ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിനകത്തോട്ട് ഇനി വരുന്നില്ല. എന്തായാലും നിങ്ങൾക്കറിയാം, കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു കോടതിയല്ല, പക്ഷെ ഒരു കോടതിയുടെ ചില അധികാരങ്ങളൊക്കെ ഏതിനുണ്ട്? ഈ കമ്മീഷനുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിനെ കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത് അല്ലെ. പൂർണ്ണമായിട്ടും ഒരു ഈ പറഞ്ഞ എന്താണ് ജുഡീഷ്യൽ ബോഡി അല്ല, അതൊരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. അതായത് ഒരു സിവിൽ കോടതിയുടെ ചില അധികാരങ്ങളെ ഇതിനുള്ളൂ, എല്ലാ അധികാരങ്ങളും ഇതിനില്ല. അത് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. അപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്. ആ 2 പ്രസ്താവനകളും ശരിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ പറയുന്നു ഇതിന്റെ ആസ്ഥാനം എവിടെയായിരിക്കണം അല്ലെ. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിയമത്തിൽ പറയുന്നുണ്ട്. അത് ന്യൂഡൽഹിയിലായിരിക്കണം. എവിടെയായിരിക്കണം? ന്യൂഡൽഹിയിലായിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ദേശീയ ബാലാവകാശ കമ്മീഷൻ അതിൻ്റെ ഘടനയെക്കുറിച്ച് പറയുന്നത് ഈ പറഞ്ഞ നിയമത്തിൽ ഏത് അധ്യായത്തിലാണ് എന്നൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഘടനയെക്കുറിച്ച് പറയുന്നത് അധ്യായം 2 അധ്യായം 1 നിങ്ങൾക്കറിയാം. എപ്പോഴും അധ്യായം 1 എന്ന് പറയുന്നത് പ്രിലിമിനറി എന്നുള്ള ഒരു ഭാഗമായിരിക്കും. ഈ നിയമം നിലവിൽ വന്നത്, ഈ നിയമത്തിൻ്റെ പേര്, ഈ നിയമത്തിൻ്റെ എക്സ്റ്റന്റ്, ഈ നിയമപ്രകാരമുള്ള നിർവചനങ്ങൾ, അതെല്ലാം വരുന്നത് എവിടെയായിരിക്കും? അധ്യായം 1 അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 2. അധ്യായം 2 ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറയുന്നത്. അധ്യായം 2 അവിടെ പറയുന്ന കാര്യം എന്താണ്? ഘടനയിൽ പറയുന്ന കാര്യം എന്താണ്? ദേശീയ ബാലാവകാശ കമ്മീഷന്
ഒരു അധ്യക്ഷനും അതിനു പുറമെ 6 അംഗങ്ങളും ഉണ്ടായിരിക്കും. ദേശീയ ബാലാവകാശ കമ്മീഷന് ഒരു അധ്യക്ഷനും അതിനു പുറമെ 6 അംഗങ്ങളും ഉണ്ടായിരിക്കും. ഈ 6 അംഗങ്ങളിൽ 2 പേരെങ്കിലും എന്തായിരിക്കണം? വനിതയുമായിരിക്കണം. അല്ലെ, ഒരു അധ്യക്ഷനും 6 അംഗങ്ങളും, അംഗങ്ങളിൽ 2 പേർ വനിതകളായിരിക്കണം എന്നുള്ള നിബന്ധന ഇതിനകത്തുണ്ട്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഘടനയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു അധ്യക്ഷനും 6 അംഗങ്ങളും, അല്ലെ. അപ്പൊ മൊത്തത്തില് എത്ര അംഗങ്ങളാണ്? 7 അംഗങ്ങൾ, അല്ലെ. അധ്യക്ഷൻ ഉൾപ്പെടെ 7 അംഗങ്ങൾ, അധ്യക്ഷനെ കൂടാതെ 6 അംഗങ്ങൾ, അതിൽ 2 പേർ വനിതകളായിരിക്കണം. ഇനി അതിന് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും. ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും, അല്ലെ. നമ്മൾ ഒരുപാട് നിയമങ്ങൾ പഠിച്ചതാണ്. അതിനകത്തെല്ലാം മെമ്പർ സെക്രട്ടറി അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പോസ്റ്റ് ഉണ്ട്, അല്ലെ. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? കമ്മീഷന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളെയാണ് നമ്മൾ മെമ്പർ സെക്രട്ടറി അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ സെക്രട്ടറി ജനറൽ പോലുള്ള പേരുകളിലൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു അധ്യക്ഷനും 6 അംഗങ്ങളും അതിന് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കുമെന്ന് ഇതിന്റെ ഈ പറഞ്ഞ ഘടന പറയുന്നിടത്ത് പറയുന്നു. അത് ഏതെവിടെയാണ്? അധ്യായം 2-ലാണ്. അധ്യായം 2-ലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ, അതായത് അധ്യക്ഷനെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഒരു സമിതിയാണ്. കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഒരു 3-അംഗ സമിതിയാണ് ദേശീയ ബാലാവകാശ കമ്മീഷനിലെ അധ്യക്ഷനെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത്. ആ 3-അംഗ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? നല്ലൊരു ചോദ്യമാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയായിരിക്കും. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയായിരിക്കും ഈ പറഞ്ഞ അധ്യക്ഷൻ. അംഗങ്ങളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമിതിയുടെ എന്താണ് ഈ പറഞ്ഞ അധ്യക്ഷൻ എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള ആ സമിതിയെ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇനി അംഗങ്ങളെ നിയമിക്കുന്നതോ? അംഗങ്ങളെ നിയമിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. എത്ര കാലത്തേക്കാണ് നിയമിക്കുന്നത്? അല്ലെ, അധ്യക്ഷനും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ 3 വർഷമാണ്. എത്ര വർഷമാണ്? 3 വർഷമാണ്. അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കാനായിട്ടുണ്ട്. ഈ പറഞ്ഞ കമ്മീഷന്റെ അധ്യക്ഷൻ, അല്ലെ, അധ്യക്ഷന്റെ കാലാവധി 3 വർഷമാണ്, അല്ലെങ്കിൽ 65 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അപ്പോൾ 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ആ സ്ഥാനത്തിരിക്കാനായിട്ട് പറ്റത്തില്ല. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം അതാണ് ഈ പറഞ്ഞ അധ്യക്ഷന്റെ കാലാവധി. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റ് അംഗങ്ങളുടെ കാലാവധി പറയുമ്പോൾ 3 വർഷമാണ് 60 വയസ്സാണ്. 3 വർഷമാണ് 60 വയസ്സാണ്, അല്ലെ. നമ്മൾ നേരത്തെ ഒരുപാട് നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടെ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഓർക്കുക. അധ്യക്ഷന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം 65 വയസ്സ് വരെ. അതേസമയം മറ്റംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം 60 വയസ്സ് വരെ എന്നുള്ളതാണ്. ഇനി അവിടെ ഈ പറഞ്ഞ ഇത് കഴിഞ്ഞാൽ അവരെ പുനർനിയമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പുനർനിയമിക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ അധ്യക്ഷനെ അംഗങ്ങളെയൊക്കെ പുനർനിയമിക്കാനായിട്ട് പറ്റും. പക്ഷെ പരമാവധി 2 ടേമിൽ കൂടുതൽ സാധിക്കത്തില്ല. അപ്പോൾ പരമാവധി നിയമിക്കാൻ പറ്റുന്നത് 2 ടേമിലേക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള ഒരു വ്യവസ്ഥ കൂടി ഈ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അധ്യക്ഷനും അംഗങ്ങളും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ആരാണ് നിയമിച്ചത്? കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അധ്യക്ഷനും അംഗങ്ങളും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്, അല്ലെ. അതുപോലെ തന്നെ അധ്യക്ഷനെ അംഗങ്ങളെ നീക്കം ചെയ്യാൻ പറ്റുമോ? അല്ലെ, പെരുമാറ്റ ദൂഷ്യമോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അവരെ നീക്കം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നീക്കം ചെയ്യാൻ പറ്റും. ആ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അതും കേന്ദ്ര സർക്കാരിനാണ്. നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, രാജിക്കത്ത് നൽകേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. അതുപോലെ തന്നെ അവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്? കേന്ദ്ര സർക്കാരിനുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മീഷന്റെ യോഗവുമായി ബന്ധപ്പെട്ട കാര്യം. കമ്മീഷൻ യോഗം ചേരണം. പക്ഷെ ആ യോഗങ്ങൾ തമ്മിൽ പരമാവധി 3 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാവരുത്, അല്ലെ.
കമ്മീഷന്റെ ആസ്ഥാനത്ത് യോഗം ചേരണം. പക്ഷെ ആ യോഗങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് 3 മാസത്തിൽ കൂടുതലാകാൻ പാടില്ല. അപ്പോൾ ഓരോ 3 മാസം കൂടുന്തോറും കമ്മീഷന്റെ യോഗങ്ങൾ നടക്കണമെന്നാണ് പറയുന്നത്. ആ ഗ്യാപ്പ് 3 മാസത്തിൽ കൂടുതലാകാനായിട്ട് പാടില്ല. ഇനി അവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള 3 കമ്മീഷൻ യോഗങ്ങളിൽ അനുമതി കൂടാതെ വിട്ടുനിൽക്കുന്ന ഒരു അംഗത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കമ്മീഷനിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? അപ്പോൾ തുടർച്ചയായിട്ടുള്ള 3 യോഗങ്ങളിൽ അനുമതി കൂടാതെ ഒരു അംഗം വിട്ടുനിന്നാൽ ആ അംഗത്തെ അവിടെ നിന്ന് നീക്കം ചെയ്യാനായിട്ട് പറ്റും എന്നും നിയമത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ അത് ശാന്താ സിൻഹയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ അത് ശാന്താ സിൻഹ. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലോട്ട് വരാം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നതും ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അല്ലെ? അതിന് പ്രത്യേക നിയമമൊന്നുമില്ല. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ബാലാവകാശ കമ്മീഷൻ ഉണ്ടായത്, അല്ലെ? അപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ 2013 ജൂണിലാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് 2013 ജൂണിലാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത് 2007 മാർച്ചിലാണ്, അല്ലെ? 2007 മാർച്ചിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത് 2013 ജൂണിലാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ, അല്ലെ? ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, കോസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതായത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. മറ്റത് ന്യൂഡൽഹിയിലായിരിക്കണം, അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഘടനയെക്കുറിച്ച് പറയുന്നു. ഇതിന്റെ ഘടനയെക്കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലാണ്, അല്ലെ? ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറഞ്ഞത് അധ്യായം 2-ലാണ്. അതുപോലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്, അതിന്റെ ഘടനയെക്കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലാണ് എന്ന് ചോദിച്ചാൽ അധ്യായം 4-ലാണ്. ഇവിടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഈ കമ്മീഷനിൽ ഒരു അധ്യക്ഷനും മറ്റ് 6 അംഗങ്ങളും ഉണ്ടായിരിക്കും. കമ്മീഷനിൽ, സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ ഒരു അധ്യക്ഷനും മറ്റ് 6 അംഗങ്ങളും ഉണ്ടായിരിക്കും. അതിന് പുറമെ ഒരു സെക്രട്ടറിയും ഉണ്ടായിരിക്കും. അതിന് പുറമെ ഒരു സെക്രട്ടറി, അവിടെ മെമ്പർ സെക്രട്ടറി, ഇവിടെ നമ്മൾ സെക്രട്ടറി എന്ന് പറയും, അല്ലെ? അപ്പൊ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 7ആണ്. അതിൽ ഒരാൾ എന്താണ്? അധ്യക്ഷനാണ്. അധ്യക്ഷനെ കൂടാതെ 6 അംഗങ്ങൾ. ഈ 6 അംഗങ്ങളിൽ 2 പേർ വനിതകളായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, 2 പേർ വനിതകളായിരിക്കണം. അതിനു പുറമെ ആരുണ്ടായിരിക്കും? ഒരു സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും എന്ന് നിയമത്തിനകത്ത് പറയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഈ അംഗങ്ങളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരു 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തും. ആ 3 അംഗ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കും. അതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കും, അല്ലെ? അപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു 3 അംഗ സമിതിയുണ്ട്. ആ 3 അംഗ സമിതിയെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കും എന്നുള്ളത് ഓർക്കുക. അവിടെ നമ്മൾ പഠിച്ചത് മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി എന്നാണ്, ഇവിടെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി, അല്ലെ? അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരാണ്. മറ്റിടത്ത് കേന്ദ്ര സർക്കാരായിരുന്നു, ഇവിടെ സംസ്ഥാന സർക്കാരാണ്. രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാജിക്കത്ത് നൽകേണ്ടത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ അംഗങ്ങളെ റിമൂവ് ചെയ്യാം, അല്ലെ? നീക്കം ചെയ്യാം.
സ്വഭാവത്തിൽ എന്തെങ്കിലും പെരുമാറ്റ ദൂഷ്യമൊക്കെ ഉണ്ടെങ്കിൽ, കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലായ്മ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാൻ ആർക്ക് കഴിയും? സംസ്ഥാന സർക്കാരിന് കഴിയും. അപ്പോൾ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, അവർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നീക്കം ചെയ്യാനുള്ള അധികാരവും സംസ്ഥാന സർക്കാരിനുണ്ട്. അതുപോലെ തന്നെ ഈ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകണം. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകണം. ആർക്കാണ് നൽകേണ്ടത്? സംസ്ഥാന സർക്കാരിന് നൽകണം. അതുപോലെ ദേശീയ ബാലാവകാശ കമ്മീഷനും വാർഷിക റിപ്പോർട്ട് നൽകണം. വാർഷിക റിപ്പോർട്ട് ആർക്കാണ് നൽകേണ്ടത്? ദേശീയ ബാലാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകണം. അതുപോലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് ആർക്ക് നൽകണം? സംസ്ഥാന സർക്കാരിന് നൽകണം. സംസ്ഥാന സർക്കാരിന്. അപ്പോൾ കാലാവധി അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് കാലാവധി. ഞാൻ പറഞ്ഞു മൊത്തം 7 അംഗങ്ങളാണ് അല്ലെ, 7 അംഗങ്ങളാണുള്ളത്. അതിന് അവരുടെ കാലാവധി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ കമ്മീഷന്റെ കാര്യം പഠിച്ചതുപോലെ തന്നെയാണ്. അധ്യക്ഷന്റെ കാലാവധി 3 വർഷം 65 വയസ്സ് വരെ. അധ്യക്ഷന്റെ കാലാവധി 3 വർഷം 65 വയസ്സ് വരെ. മറ്റംഗങ്ങളുടെ കാലാവധിയോ 3 വർഷം 60 വയസ്സ് വരെ. 3 വർഷം 60 വയസ്സ് വരെ അല്ലെ. അപ്പൊ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അധ്യക്ഷന് 65 വയസ്സ് വരെ, അതേസമയം മറ്റംഗങ്ങളുടെ കാര്യത്തിൽ 60 വയസ്സ് വരെ അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു രാജിക്കത്ത് സംസ്ഥാന സർക്കാരിന്, നീക്കം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു വാർഷിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൊടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അംഗത്വം റദ്ദാകുന്ന സാഹചര്യം ഏതാണ്? വേറെ ഏതൊരു സാഹചര്യത്തിലാണ് അംഗത്വം റദ്ദാകുന്നത്? തുടർച്ചയായിട്ട് 3 കമ്മീഷന്റെ യോഗങ്ങളിൽ അനുമതി കൂടാതെ വിട്ടു നിന്നാൽ അവിടെ ഈ പറഞ്ഞ അംഗങ്ങളുടെ അംഗത്വം എന്ത് ചെയ്യാൻ പറ്റും? റദ്ദാക്കാൻ പറ്റും. തുടർച്ചയായ 3 യോഗങ്ങളിൽ അല്ലെ. ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞ സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാര്യത്തിലും ദേശീയ വനിതാ കമ്മീഷന്റെ കാര്യത്തിലും ഒക്കെ ഇതേ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുക. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ഇവിടെ ഓർത്തു വയ്ക്കണം. ഈ നിയമത്തിൽ സെക്ഷൻ 25, ഈ നിയമത്തിലെ സെക്ഷൻ 25 പറയുന്ന ഒരു കാര്യം കൂടി ഓർത്തോണം. കുട്ടികളുടെ കോടതി, ചിൽഡ്രൻസ് കോർട്ട് അല്ലെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നിയമം ഏതാണ്? ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമം 2005. അതിൽ കുട്ടികളുടെ കോടതികളെ കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനിലാണ് എന്നൊരു ചോദ്യം വന്നാൽ അത് സെക്ഷൻ 25-ലാണ്. അതായത് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കേസും വഴക്കുകളും ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തീർക്കേണ്ടത് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഈ പറഞ്ഞ കുട്ടികളുടെ കോടതി രൂപീകരിക്കണം എന്ന് ഈ പറഞ്ഞ സെക്ഷൻ 25 പറയുന്നുണ്ട്. അതിന് ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ അനുവാദത്തോടുകൂടി സമ്മതത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്, സെക്ഷൻ 25 പറയുന്നുണ്ട്. അപ്പോൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമം 2005 കുട്ടികളുടെ കോടതികളെ കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനിലാണ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 25-ലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ് എന്ന് ചോദിച്ചാൽ അത് നീലാ ഗംഗാധരനാണ്. ആരാണ്? നീലാ ഗംഗാധരനാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ അല്ലെ. അതുപോലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നില്ല, നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്യണം, നോക്കണം, എന്നിട്ട് ഈ പറഞ്ഞ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടത്. നമ്മൾ പഠിച്ച നിയമം ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമം 2005. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമം പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങൾ പഠിക്കേണ്ട നിയമം ഏതൊക്കെയാണ്? ഒന്ന്, ബാലവേല നിരോധന നിയമം പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസ അവകാശ നിയമം പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമം പഠിക്കണം. പോക്സോ നിയമം പഠിക്കണം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പഠിക്കണം. അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഈ 5 നിയമം പഠിക്കണം. വനിതകളുമായി ബന്ധപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ നിയമം പഠിക്കണം. അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം പഠിക്കണം. അതുപോലെ ഡൗറി പ്രോഹിബിഷൻ ആക്ട് പോലുള്ള കാര്യങ്ങൾ അതിൻ്റെ വർഷമൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണം. അതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് പ്രത്യേകം പഠിക്കേണ്ട 2 നിയമങ്ങളുണ്ട്. പോക്സോ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. വരുന്ന ക്ലാസ്സുകളിൽ ആ ഭാഗത്തോട്ട് നമുക്ക് വരാം.
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണകരമാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഗുണകരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങളെപ്പോലുള്ളവർക്കും ആവശ്യമുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് നൽകാനായിട്ട് പറ്റുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നതിലൂടെയാണ്. അതിനകത്ത് പരാതികളുണ്ടെങ്കിൽ പരാതികൾ എഴുതിക്കോ, സന്തോഷമുണ്ടെങ്കിൽ സന്തോഷം രേഖപ്പെടുത്തുക. എന്തായാലും പരാതികളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളുടെ ക്ലാസ്സിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനേ സഹായിക്കൂ. അതെല്ലാം ഞങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.